ഞാനിപ്പോൾ നിൽക്കുന്നത് ഭരണങ്ങാനം വട്ടോളി പാലത്തിന് സമീപമാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഇവിടെ ഈ മീനച്ചിലാറ്റിൽ ഇന്നലെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ വലിയ നിലയിൽ മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയും. അവിടെ ഒരാൾ ആ വേസ്റ്റിന് മുകളിലേക്ക് ഇറങ്ങി നിന്ന് അത് മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അത് പുഴയുടെ നടുവിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വലിയ ഒഴുക്കുള്ള ഈ പുഴയിൽ അത്രയും കനത്തിൽ ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നത്രയും കനത്തിൽ അവിടെ മാലിന്യം ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം. വലിയ നിലയിൽ മാലിന്യങ്ങൾ ഈ പുഴയിലേക്ക് ഇന്നലെ ഒഴുകി വന്നു. അത് ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഈ പാലത്തിൻ്റെ പില്ലറുകൾ തട്ടിയാണ് ഇപ്പോൾ ഈ വേസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നത്. അത് പുഴയുടെ ഒരു ഒഴുക്കിനെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ മാലിന്യങ്ങളുണ്ട് എന്നതാണ്. അത് നമുക്ക് വ്യക്തമായി കാണാനും കഴിയും. ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന പാകത്തിൽ കനമുണ്ടെങ്കിൽ അത് എത്ര കണ്ട് വേസ്റ്റ് ഉണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഇവിടെ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ നമുക്ക് കാണാം, ഈ കാണുന്നതൊക്കെ പുഴയാണ്. ഈ പുഴയിലെ ഈ മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, നിരവധി പ്ലാസ്റ്റിക് കുപ്പികൾ കാണാം. അതോടൊപ്പം ഈ ഫ്രിഡ്ജ്, ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിൻ്റെ വേസ്റ്റുകൾ, തെർമോക്കോളുകളും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അവിടെ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും ഇത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇവിടെ നിരവധി വാട്ടർ ബോട്ടിലുകൾ, അതായത് മിനറൽ വാട്ടറിൻ്റെ കുപ്പികൾ, ഫ്രിഡ്ജിൻ്റെ അവശിഷ്ടങ്ങൾ, അതാണ് കൂടുതലുമായും ഉള്ളത്. നാട്ടുകാർ പറയുന്നത് ഇതിൻ്റെ മുകളിൽ പേട്ട ഭാഗത്തൊക്കെ ഒരുപാട് ആക്രി കടകളുണ്ട്, അവിടെ വെള്ളം കയറിയപ്പോൾ ഒഴുകി വന്നതാണെന്നാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ഈ സാധനങ്ങൾ വന്ന് ഈ പാലത്തിൻ്റെ പില്ലറുകളിൽ തട്ടി നിൽക്കുന്നതോടുകൂടി പിന്നീട് വരുന്ന മറ്റ് മാലിന്യങ്ങൾ കൂടി ഇവിടെ തടഞ്ഞു നിൽക്കുന്ന നിലയിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തന്നെ ബാധിക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഒരാൾക്ക് ഇറങ്ങി നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന നിലയിൽ അത്രയും കനത്തിലാണ് ഇവിടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് ചിലരോടും കൂടി കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഇവിടെയുള്ള ആളാണോ? അതെ അതെ. ഇവിടെ ഇത് വലിയ നിലയിലാണ് ഇങ്ങനെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അത് ഇവിടുത്തെ ഒരു പാലത്തിന്റെ പ്രശ്നം, ഇവിടെ ഏറ്റവും പ്രശ്നം വന്നിരിക്കുന്നത്. ഈ ഒരു ബീം നേരെ താന്നാ നിൽക്കുന്നത്. ഒരു 8 മീറ്റർ എന്ന് പറഞ്ഞ പോലെ കുറേ താന്ന് നിൽക്കുന്നു. അന്നേരത്തേക്ക് എന്നാ പ്രശ്നം പറ്റുന്നത് വെച്ചാൽ എല്ലാം വന്ന് ഇവിടെ ഇതുപോലെ വന്ന് അടിഞ്ഞു കൂടുക. ഇതിപ്പോൾ ഇങ്ങോട്ട് നോക്കി, ഇത് കണ്ടോ കിടക്കുന്നതുണ്ടോ? അതിൻ്റെ പേര് തന്നെ ഇതിൻ്റെ പുറകോട്ടൊരു 3-4 കിലോമീറ്റർ വെള്ളം അതിൻ്റെ ലെവല് ഭയങ്കരമായിട്ട് പൊങ്ങിപ്പോകും. അങ്ങനെ തന്നെ ഒരു 4-5 അടി വെള്ളം പുറകോട്ട് അടിച്ചു കയറുന്നുണ്ട്. അതായത് ഇവിടെ തടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളം വെള്ളം ഇറങ്ങി വരാത്ത സാഹചര്യമുണ്ട് ഈ പേട്ട ഭാഗത്തേക്ക്. തിരിച്ച് പുറകോട്ട് പേട്ട വരെ ഒന്നും പോകല്ല, പനിക്കപ്പാലം വരെ അത്രയൊക്കെ വരും. വെള്ളം ഇങ്ങനെ കയറി നിൽക്കും, തിരിച്ചു വരും. ഈ മാലിന്യങ്ങൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് നീക്കം ചെയ്യുക? സാധാരണ അറിയത്തില്ല, പഞ്ചായത്തുകാർ വന്ന് നോക്കുമായിരിക്കും, ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അതാണ്, ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം ഇത് പുഴയിലൂടെ ഒഴുക്കി കളയാൻ കഴിയില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു, വളരെ ഭീകരമായൊരു ദൃശ്യമാണ്. വലിയ തോതിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇത് കുത്തിയിളക്കി പുഴയിലേക്ക് ഒഴുക്കി വിടുക എന്നതും പ്രായോഗികമല്ല. അപ്പോൾ ഇതെങ്ങനെ നീക്കം ചെയ്യും എന്നതുകൂടിയാണ്. അത് ഈ പഞ്ചായത്ത് അധികാരികളൊക്കെ എത്തി ഇത് തീരുമാനം വളരെ പെട്ടെന്ന് എടുക്കേണ്ടതാണ്. കാരണം ഈ പുഴയുടെ ഒരു ഒഴുക്കിനെ തന്നെ ബാധിക്കുന്ന നിലയിലാണ് ഇവിടെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത്. ചേട്ടാ, ഇതിപ്പോൾ ഇനി എങ്ങനെയാണ് കളയുക? സാധാരണ ഇവിടെ ഇങ്ങനെ കൂടുന്നതാണോ മാലിന്യം? അപ്പോഴിതെങ്ങനെയാ കളയാറ്? സാധാരണ ഈ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ ഈ മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ കളയാറ്? സാധാരണ കുറെ അങ്ങനെ വെള്ളം താഴുമ്പോൾ പോകുമായിരുന്നു. ഇതിപ്പോ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഇല്ല. ഇതപ്പോൾ അങ്ങനെ പോകുമെന്ന് തോന്നുന്നില്ല. ഇത് ഇത്തിരി കട്ടി കൂടിയാവും, കോരി കളയേണ്ടി വരും. അല്ലെ പുഴയിൽ നല്ല ഒഴുക്കില്ലേ? ഭയങ്കര ഒഴുക്കുവാണ്. പുഴയിൽ നല്ല ഒഴുക്കാണ്. 22 അടി ഇപ്പോൾ പുഴയിൽ അവിടെ പാലത്തിന്റെ പില്ലറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്കെയിലിൽ നമുക്ക് 22 അടി വരെ വെള്ളം കാണാം. അപ്പം അത്രയും ഉയരത്തിൽ വെള്ളമുണ്ട്, നല്ല ഒഴുക്കുണ്ട്. ഈ സാഹചര്യത്തിൽ പോലും ഇവിടെ ഒരാൾക്ക് ഇറങ്ങി നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നു എന്നതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇറങ്ങി നിൽക്കുന്നത് കാണാം. വളരെ ഒരു സാധാരണ ഒരു പ്രതലത്തിൽ ഇറങ്ങി നിൽക്കുന്നത് പോലെ സുഗമമായി അവിടെ നിന്ന് പിന്നെ ചേട്ടൻ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ, അത് നീക്കം ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന കാര്യങ്ങൾ നോക്കുകയാണ്. ഏതായാലും വലിയ നിലയിലാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് നാട്ടുകാർക്കും ഉണ്ടാക്കുന്നുണ്ട്. പുഴയുടെ ഒരു ഒഴുക്കിനെ തന്നെ ഇത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജി CP-ക്കൊപ്പം റിപ്പോർട്ടർ രാംഷാ CP ഇൻ റിപ്പോർട്ടർ, കൊച്ചി.